അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഈ വീഡിയോസ് പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിച്ച് കാണണം, ഷെയർ ചെയ്യണം. ഷെയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് അറിഞ്ഞുകൂടാത്തോലിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്നെ കാണുന്ന വീഡിയോസിൻ്റെ താഴെ ഉണ്ടാവും ഒരു കറുപ്പ് നിറത്തിലൊരു എഴുത്ത്, അതങ്ങ് തൊട്ടാൽ മതി, എന്നാൽ സബ്സ്ക്രൈബായി. ഓക്കെ. പൊന്നാര നമ്മളെ ഷെരീഫ് മോനെ, വാടമുത്തേ ഇങ്ങോട്ട് ബാ. സാബീത്ത കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. സാബീത്താൻ്റെ വീഡിയോസ് വെച്ച് കാട്ടിക്കൊണ്ട് ചെയ്തിട്ട് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് അല്ലേ? നന്നായിക്ക് മോനെ. ഭാര്യയും മക്കളെയും പോറ്റാലോ, കുടുംബത്തിനെ പോറ്റാലോ. പെൺകുട്ടികളുണ്ടല്ലോ. പെൺകുട്ടികളെ ഇന്ന് കല്യാണം കഴിക്കണമെങ്കിൽ നല്ല സ്വർണം വേണമെല്ലാം കൊടുക്കണമല്ലോ. കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ കുട്ടികളെ ഉപ്പാക്കും ഉമ്മാക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഞങ്ങളെ പെൺകുട്ടിക്ക് ഇത്ര സ്വർണം കൊടുക്കണം, ഇങ്ങനെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ. അതിനൊക്കെ കാശ് വേണ്ടേ? അപ്പം നമ്മളെ ഷെരീഫ് മോനും അത് ചെയ്യണ്ടേ? അപ്പം ഷെരീഫ് മോൻ എന്നെ കൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഷെരീഫ് മോൻ പറഞ്ഞാലൊന്ന് കേൾക്കണ്ടേ? എൻ്റെ വീഡിയോസ് കാട്ടിക്കൊണ്ട്. കാരണം വെച്ചാൽ റസാ ബ്ലോഗ് ഉസ്താദിൻ്റെ ഓറ് എത്രയോ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെ ഓർക്ക് എൻ്റെ വീഡിയോസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തതുപോലെ വ്യൂസ് ഒന്നിനുമില്ല. 4 ലക്ഷം കഴിഞ്ഞ് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ റസാ ബ്ലോഗ് ഉസ്താദ് വീഡിയോ ചെയ്തിട്ട് എന്താ റീച്ച്. ലക്ഷക്കണക്കിന് ഡോളർ മേടിച്ച് കയറി. അതാണ് സാബീത്താൻ്റെ പവർ. കണ്ടോ സാബീത്താൻ്റെ പവർ? കണ്ടോ? സാബീത്താൻ്റെ ഫോട്ടോ വെച്ച് ആര് വീഡിയോസ് ചെയ്തോ ഓലിക്കൊക്കെ വല്ലാത്ത റീച്ചാണ്, വല്ലാത്ത ഡോളറാണ്. അതാണ് എൻ്റെ പവർ. മനസ്സിലായ? നമ്മളെ മോശമായി കമന്റ് ഇടുന്ന ബേളന്മാരെ എൻ്റെ വില മനസ്സിലാക്കിക്കോ നിങ്ങൾ. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് യൂട്യൂബ് ചാനലുകാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവരെ റീച്ച് ചെന്ന് നോക്ക്. എത്ര 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 നേതാക്കന്മാരെ ഫോട്ടോ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഈ സാബീത്താന്റെ വീഡിയോസ് വെച്ച് ഫോട്ടോ വെച്ച് ചെയ്തപ്പോൾ, ഈ സുന്ദരമായ ഒരു മുഖം വെച്ചങ്ങ് ചെയ്തപ്പോൾ റീച്ച് കൂടിയില്ലേ? അത് തന്നെ നമ്മളെ ഷെരീഫ് മുത്തും ചെയ്തത്. ഷെരീഫ് മോനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഷെരീഫിനോട് ഒരു വലിയൊരു നന്ദി പറയാനുള്ള, എൻ്റെ ഈ സാബിറ വ്ലോഗിൽ വന്ന വീഡിയോസ് കാണിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അതും ഒന്നും ആൾക്കാരൊന്നും അറിയട്ടെ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പം തന്നെ ആയിരിക്കും കുറേ ആൾ കാണുന്നുണ്ട്. അതിങ്ങനെ വരും. പിന്നെ കുറ്റം പറഞ്ഞാലേ വീഡിയോസിന് റീച്ച് കിട്ടുള്ളൂ. കുറ്റം പറയാത്തവർക്കൊന്നും റീച്ച് ഇല്ല. എൻ്റെ വീഡിയോസിനൊന്നും വലിയ റീച്ച് ഇല്ലാത്തതുകൊണ്ട് കുറ്റം പറയതില്ല ആക്കളെ. കുറ്റം പറഞ്ഞാലേ കിട്ടുള്ളൂ. ആ കുറ്റം പറഞ്ഞ ഡോളർ എനിക്ക് വേണ്ടേ വേണ്ട. പൈസക്കും ഡോളറിന് അത്യാഗ്രഹം അത്യാവശ്യമൊന്നുമില്ല. അപ്പം നമ്മളെ ഷെരീഫ് മോനെ കാര്യം അറിയണ്ട. ഷെരീഫ് മോനെ, ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റബോധമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നമുക്ക് തോന്നുമ്പോ, പഠിച്ചോനെ ഞാൻ ചെയ്യുന്നത് എന്തായാലും ശരിയല്ല എന്നുള്ളതാണ്. എന്നാലോ നമ്മളെ സ്വയം സമാധാനിക്കാൻ വേണ്ടി സ്വയം ചെയ്ത ശരിയല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. പല ആളെ കൊണ്ടും 5 എത്തീമക്കളായ സാജിദ, ആ മക്കളെ പോറ്റുന്ന എത്തീമക്കളെ വെച്ച് ബായ പഠിച്ചായ സാജിദാനെ പിടിച്ച് വെച്ച് ഇനി എത്ര ഡോളർ ഉണ്ടാക്കിക്ക്. ഇപ്പോഴും അത് തെറ്റാണെന്ന് തോന്നുന്നില്ലാലോ? നിനക്ക് കമന്റ് ഇട്ട് തരുന്ന ബേളന്മാർക്കും തെറ്റാന്ന് തോന്നുന്നില്ലാലോ? ഇല്ല, എല്ലാ മേലെ കിടക്കുന്ന റഹ്മാനായ റബ്ബ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. അത് മതി ഞങ്ങൾക്ക്. തെറ്റാന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, വയസ്സായിട്ട് ആണ് നന്നാകാറ്. എങ്ങനെ? കാരണം ഞാൻ മരിച്ച ഒരുപാട് കാലം ഇനി ഉണ്ടല്ലോ. അപ്പൊ വയസ്സായിട്ടൊന്നും നന്നാണ്ട ഷെരീഫേ. വയസ്സന്മാരെല്ലാം അടക്കടക്കുന്നുണ്ട്. ബാല്യക്കാരും ബാല്യക്കാത്തികളെ ഇപ്പം കംപ്ലീറ്റ് പോകുന്നു. എവിടെ പോന്നേ? അല്ല വിളിച്ചു പോന്നേ, ഖബറിലേക്ക് പോകുന്നേ. അതുകൊണ്ട് ബാല്യക്കാരും ബാല്യക്കാത്തികൾ, ഇത് ഞാൻ പറഞ്ഞ കുഞ്ഞുമോനെ, കല്യാണത്തിൻ്റെ അന്നൊരു ഫസ്റ്റ് നൈറ്റ് പോലും പിന്നെ ഫസ്റ്റ് നൈറ്റിന് പോലും അവർക്ക് കാത്തിരുന്ന ദിവസങ്ങൾ എത്താതെ ഖബറിലേക്ക് പോകുന്നു മോനെ. അതെല്ലാം ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാരികളല്ലേ. പിന്നെ വയസ്സായിട്ടൊന്നും കാത്തുത്തിരിക്കണ്ടേ.
വയസ്സായാലല്ല, വയസ്സായിട്ട് അന്ത്യശ്വാസം വലിച്ച് ഒരു മൗത്തങ്ങെടുക്ക് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന വയസ്സന്മാർ കട്ടുമ്മ കിടക്കുന്നുണ്ട്, മരിക്കുന്നില്ല. ബാല്യക്കാറ്റും ബാല്യക്കാറുകളാ മരിക്കുന്ന ഷെരീഫേ. ഇനി എപ്പാ ഷെരീഫെ നന്നാവാ? കുറ്റം പറഞ്ഞ് വീഡിയോസ് ഉണ്ട് ഷെരീഫെ. നീ യൂട്യൂബ് ചാനൽ പല പെണ്ണുങ്ങളെയും സെർച്ച് ചെയ്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഡോളർ ഉണ്ടാക്കുമ്പോൾ നിന്റെ മുന്നിൽ മക്കളുണ്ട് ഷെരീഫെ. നാളെ പിറ്റേന്ന് മക്കൾക്ക് എന്താ സംഭവിക്കുമെന്ന് നീ നോക്കിക്കോ. ഹലാലായ പൈസ കൊണ്ട് കളിക്കണേ ഷെരീഫെ. ഹലാലായ പൈസ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം ഷെരീഫെ. നിന്നോട് സ്നേഹം കൊണ്ടാ പറയുന്നത്. സാബീത്താക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി ഡോളർ ഉണ്ടാക്കിയിട്ട് ഒരു അത്യാവശ്യം സാബീത്താക്കില്ലാന്ന് നല്ലോണം അറിയാലോ. അതുകൊണ്ട് ഷെരീഫെ മനസ്സിലാക്കണം നീ. എങ്ങനെ നടക്കട്ടെ, എങ്ങനെ പോട്ടെ, വയസ്സായതിനു ശേഷം ആണ് നന്നാകാന്നുള്ളത്. പക്ഷെ നേരെ മറിച്ചിട്ട് ഇന്നത്തെ തലമുറക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. കാരണം എന്താ, ഇന്നത്തെ തലമുറ പഠിക്കും. എനിക്ക് തന്നെ അറിയാലോ ഇന്നത്തെ തലമുറ എങ്ങനെയാന്ന് അല്ലേ? എന്താ ഷെരീഫെ പിന്നെ ഈ വയസ്സായ ആളുകളെ കണ്ടിട്ട അതും എങ്ങനെ കാണിച്ചു തരാം. സ്വാഗതം. ഞാൻ സാബീത്ത. നിങ്ങൾക്കെല്ലാം സുഖല്ലേ? എന്റെ മുത്തുമണികൾക്കെല്ലാം സുഖല്ലേ? പോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വീഡിയോസ്? കണ്ടിട്ടില്ല? എന്നാലും ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാരും കാണുന്നു. എന്താ കുഴപ്പം? യൂട്യൂബിൽ വന്ന് കാണാൻ നിൽക്കുന്നില്ലോല്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാ പിന്നെയും വന്ന് യൂട്യൂബിൽ നിന്ന് കാണാൻ നിൽക്കൂലോ. അപ്പൊ എന്റെ യൂട്യൂബ് ബ്ലോക്ക് ആയി പോകൂലേ കാണാണ്ടെന്നാല്. അതുകൊണ്ട് നിങ്ങളെല്ലാരും എന്ത് വേണം? പുഞ്ചിരിക്കട്ടെ ഇങ്ങനെയായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് പരസ്യം കഴിയട്ടെ. ഇതെല്ലാം തൂക്കി പിടിച്ചിട്ടാ ഷെരീഫ് വന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നല്ലോണം നിന്ന് സംസാരിക്കുന്നതല്ലേ, അതാങ്ങൾ മനസ്സിലാക്കണം. ഓനിക്ക് റീച്ചിന് വേണ്ടി സംസാരിക്കുന്നതാണ്, റീച്ചിന് വേണ്ടിയാ വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ കുറ്റം കണ്ടെത്താനും പറയണമെന്നല്ല. ബാക്കിയുണ്ട് ഇതാ അടക്ക് സൗണ്ട് പരസ്യം വന്നാലും യൂട്യൂബിൽ നിന്നാണ് വരുമാനം വരുന്നത്. അപ്പൊ ആദ്യം അടക്ക് കുറച്ച് വേറെ ഉണ്ടാവും. എല്ലാരും അറിവില്ലോല. അതുകൊണ്ട് അഥവാ മൂല്യന്മാരോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ അയാളെ കഥ കഴിഞ്ഞു. പിന്നെ ഷെരീഫെ മൊയിലേറെ പറഞ്ഞ കാര്യം ഷെരീഫിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, മറ്റുള്ള കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഞാൻ ഉസ്താദിനെ അല്ല സിറാജുദ്ദീൻ ഉസ്താദിനെ പറഞ്ഞത്, ആ ഉസ്താദും ഞാൻ പറഞ്ഞ വാക്കുകൾ കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഷെരീഫെ, എൻ്റെ പൊന്നു ഷെരീഫെ മനസ്സിലാക്കണം. അത് നീയും ആ വോയിസ് നീ എൻ്റെ വീഡിയോസ് കേൾക്കാണ്ട് സിറാജുദ്ദീൻ ഉസ്താദും മറ്റുള്ളവരും കാട്ടിയ വീഡിയോസ് അതിന് കണ്ടിട്ടുള്ളൂ. കാരണം അതിൽ ഞാൻ ഷെരീഫെ പറഞ്ഞ വാക്കെന്താണെന്നറിയാം. എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയല്ല, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഷെരീഫെ ഞാൻ പറഞ്ഞത്. ലോക ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വാക്കാണ്. സിറാജുദ്ദീൻ ഉസ്താദെ, നിങ്ങൾ എവിടുന്നും നിങ്ങൾ വയല് പറയുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും പിന്നെ പല ആണുങ്ങളുണ്ട്, പിന്നെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് 1, 2, 3 കുട്ടികളായിട്ട് ആണുങ്ങളെ ഇട്ടേച്ച് പോയി കളഞ്ഞിട്ടും വേറെ കല്യാണം കഴിച്ചിട്ടും ആ ഭാര്യയും മക്കളും പിന്നെ കഷ്ടപ്പെടുന്നു. ആ മക്കളെ വളർത്താൻ ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ട്. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ഭാര്യമാരെ പോറ്റിക്കൊണ്ടുവന്നത് നോക്കിയത്, അതേപോലെ നിങ്ങൾ നോക്കണേ എന്ന് ആണുങ്ങളോട് പല സദസ്സൊന്നും യൂട്യൂബൊന്നും നിങ്ങൾ പറയണേ സിറാജുദ്ദീൻ ഉസ്താദേ എന്ന് ഞാൻ ഉസ്താദിനോട് പറഞ്ഞതാണ്. പക്ഷെ ആ വാക്ക് എവിടെയും കാണിച്ചില്ല. ഷെരീഫെ, നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വെച്ചാൽ നീ ആ വേർഡ് നീ കേട്ടിട്ടില്ല. ഞാൻ എന്താണോ ഉസ്താദിനോട് പറഞ്ഞത് എന്ന് വാക്ക് നീ കേട്ടിട്ടില്ല, ഉസ്താദും കേൾപ്പിച്ചിട്ടില്ല. അതെന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക തന്നെ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞ വാക്ക്, ഈ ലോകത്തിന് വേണ്ടി ഞാൻ സംസാരിച്ച വാക്ക് ആ ഉസ്താദ് പോലും കേൾപ്പിക്കാതെ എന്നെ കൊണ്ട് മോശമായി പറഞ്ഞിട്ട് അവർ ചെയ്ത വീഡിയോസിന്റെ താഴെ പല ആൾക്കാർ കൊണ്ടും എന്നെ മോശമായിട്ട് കമന്റ് ഇടിപ്പിച്ച് നിങ്ങൾ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അള്ളാഹു നിങ്ങളോട് പറയും, സാബ്രാനെ കൊണ്ട് പോയിട്ട് പൊരുത്തപ്പെടിക്കുക.
ഞാൻ ഈ ലോകത്തിന് വേണ്ടിയിട്ടാണ് ഷെരീഫെ. പല ആണുങ്ങളുണ്ട് ഉസ്താദെ, ഭാര്യയും മക്കളെ ഇട്ടേച്ച് പോയി കളഞ്ഞിട്ട് ഒരുപാട് പെണ്ണുങ്ങളും മക്കളും കഷ്ടപ്പെടുന്നു ഉസ്താദെ. അങ്ങനെ നിങ്ങൾ എല്ലാ സദസ്സുകളിൽ വെച്ചിട്ടും മഹലിൽ വെച്ചിട്ടും യൂട്യൂബിൽ വന്നിട്ടും നിങ്ങൾ ആണുങ്ങളോട് നിങ്ങളൊന്ന് സംസാരിക്കണേ, മുത്തുനബി ഭാര്യമാരെ നോക്കിയതുപോലെ നോക്കണേ എന്ന് നിങ്ങൾ പല സ്ഥലത്തും സംസാരിക്കണേ എന്ന് പറഞ്ഞ വാക്ക് കാണിച്ചില്ല ഷെരീഫെ. ആ വാക്ക് ഉസ്താദ് കേൾപ്പിച്ചില്ല, എവിടെയും ആരും കേൾപ്പിച്ചില്ല. എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. പലരെ കൊണ്ടും എന്നെ കൊണ്ട് വേണ്ടാത്ത കമന്റ് ഇടിപ്പിച്ച നിങ്ങൾ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം ഷെരീഫെ. ഇനി അത് കേട്ടിട്ടില്ലല്ലോ കേട്ടോ. പിന്നെ എന്താ പറയുന്നത്? പിന്നെ ഉസ്താദിനെ കൊണ്ട് ഞാനോ പൊരുത്തപ്പെടിക്കേണ്ടത്? ഉസ്താദ് എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടത്? ഞാൻ സ്നേഹപൂർവ്വം ഉസ്താദിനോട് മാധ്യമത്തിൽ വന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഷെരീഫെ, അല്ലേ ഷെരീഫെ? പൊരുത്തപ്പെടിപ്പിക്കണം ഷെരീഫെ. ഇന്നും നാളെയും മഹ്ശറയിൽ നിന്ന് ദുനിയാവെന്നും കിട്ടും, മഹ്ശറയിൽ നിന്നും കിട്ടും. മനസ്സിലാക്കിക്കോ. സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. പിന്നെ ഇവരെ കൂട്ടുപിടിക്കാനും അവര് മനുഷ്യരല്ലേ, നീയൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നത് എന്ന് പറയാനും കുറച്ച് ആളുകളുണ്ട്. പിന്നെ കുറച്ചാളുണ്ടാവൂലേ ഞങ്ങളെ പെണ്ണുങ്ങളെ അടുപ്പിലാക്കുക. പെണ്ണുങ്ങൾ ഒരു സ്ഥലത്ത് പോകരുത്, പെണ്ണുങ്ങൾ പേന്റിടരുത്. എല്ലാ മോനെ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു വീഡിയോസ് ഇന്നാന്ന് ഞാൻ ഇട്ടത്. അത് ആണുങ്ങള് പെണ്ണുങ്ങളെ സാരി ഉടുത്തും പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ടിട്ടും എന്തെല്ലാം അഭിനയിക്കുന്നു. നമ്മള് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവന്റെ ചാനലിന്റെ പേര് നേനു അപ്പൂനോ എന്തോ ഒരു പേരില്ല എല്ലാവർക്കും, പിന്നെ എന്തോ ഒരു പേരുടെ മറന്ന്. അവര് ആ വീഡിയോസ് എല്ലാം പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ അഭിനയിക്കുന്നത് അല്ലേ? എന്നിട്ട് ആ പെണ്ണുങ്ങൾ ഡ്രസ്സ് ആണുങ്ങളിട്ട് അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല, അതിടുന്നതിനേ ഇല്ല. ആ പെണ്ണുങ്ങള് ആണുങ്ങളെ പാന്റ് ഒന്നല്ല, പെണ്ണുങ്ങൾക്ക് പാന്റ് സേഫ്റ്റിയാ. പണ്ടേത്തെ പോലെ പെണ്ണുങ്ങൾ മുണ്ടെടുത്തിട്ടാ നടക്കേണ്ടത്. പെണ്ണുങ്ങൾ മുണ്ടെടുത്ത് നടന്ന മുന്നിന്ന് തൊഴില് പാടും നേരം എന്തെന്നായിരിക്കും കാണുക? പറയണ്ട പിന്നെ കേട്ടോ. അപ്പൊ ഷെരീഫെ, നീ ഒന്നും കൊന്നും കാണാണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇനി ജീവിക്കണ്ട കേട്ടാ. കാരണം മുന്നിൽ മക്കളുണ്ട്. നിന്റെ മക്കളെ പ്രായം എത്തുമ്പോ ഞാനില്ലെങ്കിലും മരണം എപ്പ എങ്ങനെയാന്ന് പറയാൻ പറ്റൂലോ. ഞാനില്ലെങ്കിലും ഇനി മനസ്സിലാക്കണം ഷെരീഫെ. നിന്റെ പൈസ മുഴുവനും ഹറാമാണ് ഷെരീഫെ. നീ പലരും ആ സാജിദാന്റെ 5 എത്തി മക്കളെ വെച്ചിട്ടും ഇനി പലരെ വെച്ചിട്ടും ഇനി പൈസ ഉണ്ടാക്കുന്നില്ല ഷെരീഫെ. ഇനി നോക്കിക്കോ ഷെരീഫെ, ഇനി നോക്കിക്കോ. ഞാൻ പറയുന്ന വാക്കുകൾ ഇനി മനസ്സിലാക്കിക്കോ. ഇതൊക്കെയാണ് ഇവരെ സപ്പോർട്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ടീം കൂടി ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എടുത്തോക്കൊണ്ടു. ഫാത്തിമ ജമീല, പിന്നെ മൈമൂന എന്നൊക്കെ പറഞ്ഞിട്ട്. ഫാത്തിമ ജമീല എന്ന് പറഞ്ഞാൽ അതെല്ലാം കാണിക്കുന്നുണ്ട്. കുട്ടു ലൈലേത്ത മറ്റേ വർഷം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞോല് പിന്നെ മാധ്യമത്തിൽ ഇറങ്ങറ്. ഓല് ഉമ്മാമയായിട്ട് പിന്നെ സുബ്ഹാനല്ലാ നാളെ മരിക്കും വൈകുന്നേരം മരിക്കും ഇന്നിങ്ങനെ ചൊല്ലി കുത്തിരിഞ്ഞോളണം. ഓലെ മക്കളെ നോക്കിയിട്ട് കുത്തിരിഞ്ഞോളണം നമ്മൾ. ഇതാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞുമോനെ, ഇന്നല്ലേ ഏത് ലോകത്താ ജീവിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? അവൻ പറയണം കേട്ടാ. കുറച്ചും കൂടി ഉണ്ട്. അപ്പോഴത്തേക്ക് പരസ്യമായിപ്പോയ ഇതിപ്പോ വല്ലാത്ത പരസ്യം ഇടും. ഇതിൻ്റെ പരസ്യം ഒന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഷെരീഫെ ഞാൻ പറഞ്ഞു തരാം നിന്നോട് കേട്ടാ. നീ ഒരു മുസ്ലിം അല്ലേ. പിന്നെ ഷെരീഫിന്റെ വീഡിയോ കണ്ട് കമന്റ് ഇടുന്നവര് മനസ്സിലാക്കണം, നിങ്ങളും മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളാരും അങ്ങനെ ചെയ്യൂല. ഇതെന്താ പിന്നെയും പരസ്യ? എത്ര പരസ്യ? മിനിറ്റിനാ. അങ്ങനെ പിന്നെ കമന്റ് ഇടുന്നവർ നിങ്ങൾ മുസ്ലിങ്ങളല്ലേ, നിങ്ങളും മനസ്സിലാക്കിക്കോ. കാരണം നിങ്ങൾ ഷെരീഫ് പറയുന്ന പല ആൾക്കാർ കൊണ്ടും കുറ്റം പറയുന്നത് കേട്ട് അതിനനുസരിച്ച് കമന്റ് ഇടുന്ന നിങ്ങളോ കോളാണ് ഈ കമന്റ്സ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങളെ അതേ വൈബിലുള്ള ആളുകൾ ഉണ്ടാവും, നിങ്ങളെ നേരെ ഓപ്പോസിറ്റുള്ള വൈബിലുള്ള ആളുണ്ടാവും. അവർക്കൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കൊടുന്ന് ഇതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഞാൻ ഒന്നും പറയരുത് എന്ന് പറയുന്നത് അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കൂല. അത് നീയാ മനസ്സിലാക്കേണ്ടത്. ഞാൻ ആരോടൊന്നും പറയാൻ പറഞ്ഞില്ലല്ലോ. എന്റെ വീഡിയോസ് കാട്ടിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോസ് ചെയ്തോളി. പക്ഷെ പറഞ്ഞ വാക്ക് മുഴുവനും കാണിച്ചുകൊണ്ട് ചെയ്യണം. ഈ പിന്നെ സിറാജുദ്ദീൻ ഉസ്താദ് തന്നെ എന്തെന്നാ ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം പറയല്ല ഉസ്താദെ,
പല ആണുങ്ങളും ഉണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ മക്കൾ ഇട്ടേച്ച് പോകുന്ന അതിനെപ്പറ്റി പറയണേന്ന്. പക്ഷെ ആണുങ്ങളെ വാക്ക് പറയാണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം എന്താ പറയുന്നുള്ള വാക്ക് മാത്രം കാട്ടിക്കൊണ്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കമന്റ് ഇടിയിപ്പിക്കുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുക. ഞാൻ പറഞ്ഞ വാക്ക് കാണിച്ചില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് ആര് കാണിക്കുന്നതിനൊക്കെ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ ചെയ്തോ, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ എൻ്റെ ഫോട്ടോകൾ വെച്ചോ. പിന്നെ യൂട്യൂബ് ബിസിനസ് അത് തന്നെയാണ്. യൂട്യൂബ് ബിസിനസ് അത് തന്നെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്ക് കംപ്ലീറ്റ് കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറയണം. അത് നിങ്ങൾ എന്തുകൊണ്ട് പറയാത്ത? ഈ ആണുങ്ങളെ കൊണ്ട് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടാ പറയാത്തത്? പൊരുത്തപ്പെടിപ്പിക്കണം മക്കളെ, പൊരുത്തപ്പെടിപ്പിക്കണം കേട്ടോ. ഈ റിയാക്ഷൻ വരാൻ കാരണം ഇപ്പൊ ഇതുകൊണ്ടാണ്. കാരണം നിങ്ങളൊക്കെ ഒരു നോർമലി ഒരു വീഡിയോ ചെയ്യാണെന്നുണ്ടെങ്കിൽ അറിയാതെ കുറെ ആളുകൾ സാമി ചെയ്യണം തന്നെയാണ്. ഇനി നോക്കാം. Jingle bell, jingle bell, jingle all the bell. Over sky, little rain, when the strawberry sleigh. Jingle bell, jingle all the bell. Over sky, little rain, when the strawberry sleigh. അതാ അതെല്ലാം തന്നെ ഓ കാണിക്കുന്ന. അപ്പൊ ഓറെന്തെന്നാ തുള്ളി കളിച്ചതാ? ഞാൻ അതുകൊണ്ട് എൻ്റെ തുള്ളിക്കളി ഞാൻ നിർത്താത്ത എന്തുകൊണ്ടെന്നാ, നല്ലോണം കളിച്ചാലും പറയും, നല്ലോണം ചെയ്താലും പറയും. ഇപ്പൊ ഓരെന്ത് മര്യാദയിൽ പാട്ട് പാടിയതാ, അതിനും പ്രശ്നം. എന്താ ഷെരീഫ്, എനിക്ക് തലയും തലച്ചോറും ഇല്ല, ഉമ്മയെ പങ്ങന്മാരൊന്നും ഇല്ല ഷെരീഫെ. നല്ലോണം കളിച്ചാലും പറയും. അതുകൊണ്ട് എന്നെ ഞാൻ തുള്ളിക്കളിക്കുന്ന അതുകൊണ്ട് തന്നെയാ കേട്ടാ. മനസ്സിലാക്കാം മെനെ ഷെരീഫെ. ദിക്റും സലാത്തും ചൊല്ലിയിട്ട് 40 വയസ്സ് കഴിഞ്ഞോലിക്ക ചെല്ലുവാൻ പാടുള്ളൂ. ഇപ്പൊ ഇന്നലെയും കണ്ടില്ലേ മതിലുമ്മ പോയിട്ട് ഇടിച്ചിട്ട് ഒരു ഉപ്പയും മോളും മരിച്ചത് അല്ലേ? എത്ര ചെറുപ്പക്കാർത്തികളും ചെറുപ്പക്കാരും മരിക്കുന്നത്. ഇതൊന്നും ഷെരീഫ് ഇഞ്ഞ് കാണുന്നില്ല. വയസ്സന്മാർ മാത്രമേ മരിക്കുള്ളൂ. സുബ്ഹാനല്ലാ നാളെ മരിക്കും, സുബ്ഹാനല്ലാ നാളെ മരിക്കും, ലാ ഇലാഹ ഇല്ലല്ലാ നാളെ മരിക്കും. ഈ 40 വയസ്സ് കഴിഞ്ഞോലാ മരിക്കുള്ളൂ. വിവരമുണ്ടോ? എനിക്ക് വിവരമുണ്ടോ ഷെരീഫ്? ഇനി കമന്റ് ഇടുന്ന ബേളന്മാരോട്, നല്ല മനുഷ്യന്മാരോടല്ലേ. 80% നല്ല ആൾക്കാരാണ്, 80% എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. 20% ആൾക്കാരോടാ ഞാൻ പറയുന്നത്. ആ 20% ആൾക്കാരാണ് ഷെരീഫിനെ പോലത്തോലിക്ക് കമന്റ് ഇട്ട് കൊടുക്കുന്നത്. സൂപ്പറാണ് ഷെരീഫേ, നന്നായിക്ക് ഷെരീഫെ സാജിദനെ പറഞ്ഞ്, നന്നായിക്ക് ഷെരീഫെ സാബിത്താനെ പറഞ്ഞ്, നന്നായിക്ക് ലൈലത്താനെ പറഞ്ഞ് എന്ന് കമന്റ് ഇട്ട് കൊടുക്കുന്ന നമ്മളെ പുറത്താക്കപ്പെട്ട 20% ആൾക്കാരാണ് അവർക്ക് കമന്റ് ഇട്ട് കൊടുക്കുന്നത്. അവനെപ്പോൾ തന്നെ കള്ളുടിയന് ഇഷ്ടമാണല്ലോ. അതേ സംഭവം തന്നെയാണ് ഈ ഷെരീഫിന്റെ സംഭവങ്ങൾ. അതുകൊണ്ട് ഷെരീഫെ ഇനി വീഡിയോസ് ഇനി ചെയ്തിട്ടിട്ടോ, ഇനി നല്ല പറഞ്ഞിട്ടിട്ടോ, നമുക്ക് ഒരു കുഴപ്പം. എല്ലാവരുടെ വീഡിയോസ് ഇട്ടോ, എൻ്റെ വീഡിയോസ് ഇട്ടോ കുഴപ്പമില്ല. പറഞ്ഞ വാക്ക് കംപ്ലീറ്റ് കാണിക്കുകയും ചെയ്യണം. നീ കുറ്റം പറഞ്ഞ മാത്രമല്ല, നീ കുറ്റം പറയുമ്പോൾ അത് കേൾക്കുന്നവരും നരകത്തിലാകുന്ന മുസ്ലിങ്ങൾ എന്നെ പണിക്ക് നിൽക്കുള്ളൂ. ഹലാൽ ഹറാമും പറയുള്ളൂ. മോശം കമന്റ് മുസ്ലിങ്ങളെ ഇടുള്ളൂ. ഹിന്ദുക്കളാരും മോശമായിട്ട് കമന്റ് ഇടുകയില്ല, ഒരു പറയുകയില്ല. 100% എനിക്കറിയാം. അപ്പം മുസ്ലിങ്ങളെ നിങ്ങളോട് പറയുകയാണ്, ഈ ഷെരീഫിന്റെ കമന്റ് കണ്ടിട്ട് ഷെരീഫിന്റെ മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയുന്നത് നിങ്ങൾ കേൾക്കലും, നിങ്ങൾ അതിന്റെ മോശമായി അവരെ ചിത്രീകരിച്ച് മോശമായി കമന്റ് ഇടുന്നതും നിങ്ങളും നരകത്തിൽ തന്നെയാണ്, നിങ്ങളും കുറ്റം തന്നെയാണ്. നാളെ അള്ളാഹുവിനോട് നിങ്ങളും മറുപടി പറയണം. അതുകൊണ്ട് ഷെരീഫിന്റെ വീഡിയോസ് കാണുന്നവരെ, കാണുന്ന നല്ലവരായാലും കുറ്റം കേൾക്കുന്നതും പറയുന്നതും കുറ്റമാണ്, നിങ്ങൾക്കറിയാലോ, മനസ്സിലായിക്കോല്ലോ. അതുകൊണ്ട് ഷെരീഫെ മനസ്സിലായിക്കോ, കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കോ. പിന്നെ എൻ്റെ വീഡിയോസ് 2-3 കാണിച്ചിക്ക്. അത് ഞാൻ ഡാൻസ് കളിക്കുന്നതേ കാണിച്ചിക്കുള്ളൂ. ഡാൻസ് കളിക്കുന്നത് എന്താ, എൻ്റെ മുഖവും മുങ്കയല്ലാത്ത ഒരു ഭാഗം ഒരു ഡാൻസിലും കാണൂല. ഡാൻസ് കളിക്കുന്നതിനെന്താ, അതൊരു കുഴപ്പമാണ്. ആണുങ്ങൾക്ക് എല്ലാ കളിയും കളിക്കാം. പെണ്ണിൻ്റെ സാരിയും ചുരിദാറും ഇട്ടിട്ട് അതും കളിക്കാം. എല്ലാ തോന്നിവാസവും കളിക്കാം. പെണ്ണുങ്ങൾക്കൊന്നും കളിക്കരുത്. പെണ്ണുങ്ങൾ സുബ്ഹാനല്ലാ ഇങ്ങനെ കുത്തിട്ട് വേറെ പണി നോക്ക് മോനെ. മക്കളെ ഭക്ഷിപ്പിക്കണ്ട ഈ പൈസ കൊണ്ട് കേട്ടാ, ഭക്ഷിപ്പിക്കണ്ട. ഓക്കെ മക്കളെ, ബൈ.